ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ ഇല്ലയോ? വാങ്ങിച്ചില്ലല്ലേ? ഈയിടെയായിട്ട് പാറുവിന്റെ സ്വഭാവം തീരെ ശരിയല്ല. ചില ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പാറുവേ, നമ്മുടെ സ്നേഹമൊന്നും അവിടെ ആരും തിരിച്ചറിയത്തില്ല. സിദ്ധു ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയി. എന്ത് ഡയലോഗ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറുസിനെ ഞാൻ എന്റെ മോളെ പോലെ കാണുന്നത്. വിഷമിച്ച് പോയത് തന്നെയാ. 2 എപ്പിസോഡുകൾക്ക് ശേഷം എനിക്കൊന്ന് ഉപ്പും മുളകും ബാക്ക് ഓൺ ട്രാക്ക് ആയി എന്നുള്ളത് എനിക്ക് തോന്നി. കണ്ട ഒരു പ്രൊമോ കണ്ടപ്പോൾ ഇപ്പോഴാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ സിദ്ധു നമ്മുടെ പാറക്കുട്ടിയായിട്ടുള്ള ഇമോഷണൽ ആ ഒരു ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് തന്നെയാണ് തോന്നിയത്. ലാസ്റ്റ് ഭയങ്കര ഒരു ഇമോഷണൽ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പാറക്കുട്ടിയെ ആഗ്രഹിച്ചൊരു സാധനം മേടിച്ചില്ല എന്നും പറഞ്ഞ് സിദ്ധുവിനെ ഭയങ്കരമായിട്ട് കളയാ അല്ലെങ്കിൽ പറയാൻ നേരത്ത് സിദ്ധുവിന് നല്ല രീതിയിൽ കൊള്ളുന്നതും പിന്നെ സിദ്ധു ഭയങ്കര ഇമോഷണൽ ആവുന്നതാണ് പ്രൊമോയിലുള്ള. ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. കല്ലും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിട്ട് പോകും തോന്നി. കേശുവിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള മൊമെന്റ്സിൽ കേശുവിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് കേശുവിന് മറ്റേ കോമഡി മാത്രമല്ല ഇമോഷണലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പം കേശു എന്തുകൊണ്ട് എപ്പിസോഡിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഈ അടുത്ത് തന്നെ അതിനെ പറ്റിയുള്ള ഒരു